ഇനി ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് നൽകുന്ന ജീവിത സൗഭാഗ്യങ്ങളിൽപ്പെട്ട മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയുവോ? മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നാം മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, കേട്ടോളേൻ. ആദരമാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, ജീവിത സൗഭാഗ്യങ്ങളിൽപ്പെട്ട അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ജീവിത സൗഭാഗ്യങ്ങളിൽപ്പെട്ട മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, വൽ വജ്ജാറു സ്വാലിഹൂ, അതായത് നല്ല അയൽവാസികളാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ. ജീവിത സൗഭാഗ്യങ്ങളിൽപ്പെട്ട മൂന്നാമത്തെ കാര്യം എന്താണ് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചത്? വജാറു സാലിഹ്, അതായത് സാലിഹായ, അതായത് നല്ല അയൽവാസികളാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഈ അയൽവക്ക ബന്ധം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ. അയൽവാസികളെ നാം സ്നേഹിക്കുകയും ആദരിക്കുകയും അവരെ സന്തോഷപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യലും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യലും ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെന്താണ്, അത് ചെയ്യൽ നിർബന്ധമായ കാര്യമാണ്. അവിടെ ജാതി മത ഭേദമന്യേ, അവിടെ മതമുള്ളവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ, ആരാണോ നമ്മുടെ നമ്മുടെ ഭവനത്തിന്റെ അടുക്കൽ താമസിക്കുന്ന നമ്മുടെ അയൽവാസികൾ, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കൽ നമ്മുടെ മേൽ നിർബന്ധമായ കാര്യം തന്നെയാണ്. അവരെ സന്തോഷപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യല് നമ്മുടെ മേൽ നിർബന്ധമായ കാര്യം തന്നെയാണ്. അവിടെ ജാതി മത ഭേദമന്യേ, അവിടെ നിങ്ങൾ ഒരിക്കലും മതം നോക്കരുത്. അവിടെ നിങ്ങൾ ഒരിക്കലും അവന് മതമുണ്ടോ ഇല്ലയോ എന്നും നിങ്ങൾ നോക്കരുത്. ആരായാലും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കൽ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യം തന്നെയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതല്ലയോ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? അയൽവാസികളോടുള്ള കടമകൾ മനസ്സിലാക്കാൻ വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൻ നിസാ 36-ാമത്തെ ആയത്ത് നാം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ കാണാം. അള്ളാഹുവിനോടുള്ള കടമകൾ കഴിഞ്ഞാൽ അള്ളാഹുവിനോടുള്ള കടമകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞതിന് ശേഷം തൊട്ടടുത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അയൽവാസികളോടുള്ള കടമകളെ കുറിച്ചാണ്, അയൽവക്ക ബന്ധത്തെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞത്. കേട്ടോളൂ. വജാരിദിൽ ഖുർബാ വൽ ജാരിൽ ജുനുബ്, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അകന്ന അയൽക്കാരോടും അടുത്ത അയൽക്കാരനോടും നിങ്ങൾ നല്ല രീതിയിൽ സഹവസിക്കണം, പെരുമാറണമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് നമ്മെ പഠിപ്പിക്കുകയാം. മുഅ്മിനീങ്ങളെ, ഇവിടെയാണ് നാം അയൽവക്ക ബന്ധത്തിന്റെ മഹത്വം വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ കാര്യം നാം മനസ്സിലാക്കണ്ടേ. അതിന്റെ ഗൗരവം, അവരോടുള്ള കടമയുടെ ഗൗരവം നാം എത്രയാണെന്ന് മനസ്സിലാക്കേണ്ടത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. എന്നാൽ ഇന്ന് ഈ അനുഗ്രഹീതമായ ഈ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് അയൽവാസികളോട് കാണിക്കേണ്ട കടമകൾ ഇന്ന് എത്ര ആളുകളാണ് നിർവഹിക്കുന്നതെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കണം. പ്രിയപ്പെട്ടവരെ, നാം ഒന്ന് സ്വയമായി വിലയിരുത്തി നാം ഒന്ന് ചിന്തിച്ചു നോക്കണം. നമസ്കാരം കൊണ്ട് മാത്രം ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വർഗം കരസ്ഥമാക്കാൻ പറ്റൂല. ഇതുപോലുള്ള സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങളും കൂടെ അവന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ മാത്രമേ അവന് സ്വർഗമെന്ന അനുഗ്രഹങ്ങളുടെ പറുദീസയായ സ്വർഗം കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ.
നമ്മുടെ ഇബാദത്തുകൾ കൊണ്ട് മാത്രം നമുക്ക് സ്വർഗം കരസ്ഥമാക്കാൻ കഴിയുമെന്ന് ആർക്കെങ്കിലും ഒരു മോഹമുണ്ടോ? അങ്ങനെ സാധിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം നമ്മുടെ ഇബാദത്തുകളിലെല്ലാം പിഴവുകളുണ്ട്. അതുകൊണ്ട് ആ ഇബാദത്തുകൾ കൊണ്ട് മാത്രം നമുക്ക് സ്വർഗം കരസ്ഥമാക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട. ഇതുപോലുള്ള സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങളിലും കൂടെ ഏർപ്പെട്ട് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഉത്തരവാദിത്തമുണ്ട്. അത് നിർവഹിക്കാത്തിടത്തോളം കാലം എത്രമാത്രം ഇബാദത്ത് ചെയ്തിട്ടും കാര്യമില്ല. അയൽവാസികളോടുള്ള കടമകൾ, കുടുംബക്കാരോടുള്ള കടമകള് ഒരു സമൂഹത്തിന്, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനൊരു കടമയുണ്ട്. അത് നിർവഹിക്കാത്തിടത്തോളം കാലം നീ ഒരിക്കലും സ്വർഗത്തിൽ കടക്കാൻ നിനക്ക് സാധിക്കുകയില്ല. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതല്ലയോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എങ്ങനെ? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫയുക്രിം ജാറഹു. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവനവന്റെ അയൽവാസികളെ ഫലിയുക്രിം ജാറഹു, അവനവന്റെ അയൽവാസികളെ ആദരിച്ചു കൊള്ളട്ടെ എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി, ആഖിർ അതായത് അല്ലാഹുവിലും അന്ത്യദിനത്തിലും നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫൽയുക്രിം ജാറഹു, നീ അയൽവാസികളെ ആദരിച്ചു കൊള്ളട്ടെ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെയാണ് അയൽവാസികളോടുള്ള കടമയുടെ ഗൗരവം നാം മനസ്സിലാക്കേണ്ടത്. മുഅ്മിനീങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കണം, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചാൽ മാത്രമേ ഒരു മനുഷ്യൻ ഒരു മുസ്ലിമായ മനുഷ്യൻ യഥാർത്ഥ വിശ്വാസിയാവുകയുള്ളൂ, ഒരു മുഅ്മിനാവുകയുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, അള്ളാഹുവിലും അന്ത്യദിനത്തിലും നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്താണ്? ഈ അള്ളാഹുവിലും അവന്റെ റസൂലിലും അന്ത്യദിനത്തിലും വിശ്വാസമില്ലാത്ത ഒരു മുസ്ലിം അവൻ മുഅ്മിനല്ല, അവൻ വിശ്വാസിയല്ല. അപ്പൊ അങ്ങനെ നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫയുക്രിം ജാറഹു എന്നാണ് അള്ളാന്റെ റസൂല് പറഞ്ഞത്. അങ്ങനാണെങ്കിൽ നീ അയൽവാസികളെ ആദരിച്ചു കൊള്ളട്ടെ, ബഹുമാനിച്ചു കൊള്ളട്ടെ എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അപ്പോ ചുരുക്കം പറഞ്ഞാൽ, അയൽവാസികളോട് അനാദരവ് കാണിക്കുന്നവൻ അയൽവാസികളോട് അനാദരവ് കാണിക്കുന്നവൻ വിശ്വാസിയല്ല, മുഅ്മിനല്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ.